ഗുരുവായൂരപ്പൻ കൊമ്പ് മുളച്ച കഥ അറിയാമോ? ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം രചിച്ച് 100ാമത്തെ ദശകം എഴുതുന്ന സമയത്ത് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ദർശനം മേൽപ്പത്തൂരിനുണ്ടായി. ഒരു ഉണ്ണിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ഇത് മനസ്സിലാക്കിയ പൂന്താനം ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ അടുത്തേക്ക് വരികയും ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. തന്റെ പാണ്ഡിത്യത്തിലും അറിവിലും അഗാധമായ അഹങ്കാരം ഉണ്ടായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഈ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പൂന്താനത്തോട് മറുപടി പറഞ്ഞത്, ഗുരുവായൂരപ്പനെ കണ്ടുകഴിഞ്ഞാൽ ഒരു ചട്ടി എരുമയുടെ പോലെ ഇരിക്കും, ഒരു വലിയ തടിച്ച വലിയ കൊമ്പുകളുള്ള എരുമയുടെ രൂപമാണ് ഗുരുവായൂരപ്പൻ എന്ന് കളിയാക്കിക്കൊണ്ട്. പൂന്താനത്തെ പരിഹസിച്ചുകൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞു, പാവപ്പെട്ട പൂന്താനം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ഈ പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിച്ച് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം നടക്കുന്ന ശ്രീവേലി എഴുന്നള്ളിപ്പിനു വേണ്ടി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം എടുക്കാൻ ശ്രീലകത്ത് കയറിയ മേൽശാന്തി കാണുന്നത് ഗുരുവായൂരപ്പന്റെ ശ്രീവേലി വിഗ്രഹത്തിൽ 2 കൊമ്പുകൾ മുളച്ചിരിക്കുന്നതാണ്. അപ്പോ അദ്ദേഹം വിചാരിച്ചു, ഇത് എനിക്ക് തോന്നുന്നതാണ്, ഇത് യഥാർത്ഥത്തിൽ ഇല്ല എന്ന് വിചാരിച്ച് ആ വിഗ്രഹം എടുത്ത് ശ്രീവേലിക്കായി ശ്രീകോവിലിന്റെ വാതിൽ പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കാരണവശാലും ആ വാതിലിന് പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ഇതുവരെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് മാത്രം എന്തോ ഒന്ന് തടയുന്നതുപോലെ മേൽശാന്തിക്ക് അനുഭവപ്പെട്ടു. ഭക്തരെല്ലാം തന്നെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളത് കാണാൻ വേണ്ടി പുറത്ത് കാത്തുനിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും പൂന്താനം തിരുമേനിയും ഉണ്ട്. വിഗ്രഹം പുറത്തേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ പൂന്താനം ഉറക്കെ ശ്രീകോവിലിനകത്തേക്ക് വിളിച്ചു പറഞ്ഞു, അത് കൊമ്പ് തടയുന്നതാണ്, ഒന്ന് ചെരിച്ചു കടത്തിയാൽ വിഗ്രഹം കടക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം മേൽശാന്തിയോട് വിളിച്ചു പറഞ്ഞു. പൂന്താനമാണ് വിളിച്ചു പറയുന്നത് എന്ന് മനസ്സിലാക്കിയ മേൽശാന്തി വിഗ്രഹം ഒന്ന് ചെരിച്ചു കടത്തിയപ്പോൾ ആ വിഗ്രഹം ശ്രീകോവിലിന് പുറത്തേക്ക് വളരെ എളുപ്പത്തിൽ കടക്കുകയും ചെയ്തു. ഇത് കണ്ടുനിന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കുകയും അദ്ദേഹം പൂന്താനത്തോടും ഗുരുവായൂരപ്പനോടും ക്ഷമ ചോദിച്ചു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, ആത്മാർത്ഥ ഭക്തിയോടെ നമ്മൾ എങ്ങനെ ഭഗവാനെ കാണുവോ ഭഗവാൻ ആ രൂപത്തിൽ തന്നെ ആയിരിക്കും. അഹങ്കാരമോ അറിവോ അല്ല, ആത്മാർത്ഥ ഭക്തിയാണ് വലുത്.